നമ്മൾ അപ്പം ഈ സ്ട്രക്ചറിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം കണ്ടു. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോവാണ്. സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നോർമൽ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തത് കണ്ടു. ഇനി അതുപോലെ തന്നെ അറേസിനെയും യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടു. സാധാരണ വേരിയബിൾസും അതുപോലെ അറേസിനെയും അല്ലേ. ഇൻറ്റ് എ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇൻറ്റ് എ ഓഫ് 10 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം മാർക്സിൻ്റെ കേസ് നമ്മൾ നേരത്തെ കണ്ടിട്ട്, അതുപോലെ നമുക്കൊരു സ്ട്രക്ചറിൻ്റെ അകത്ത് വേറൊരു സ്ട്രക്ചറിനെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെസ്റ്റിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ്. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ. അപ്പം ഞാനിത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ നേരത്തെ പോലെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പും നെയിമും ബാലൻസും ഉണ്ട്. അതിന് പുറമെ ഞാനൊരു സ്ട്രക്ചറിനെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, സ്ട്രക്റ്റ്, അതിൻ്റെ അകത്ത് ഞാൻ മന്ത്, ഡേ, ഇയർ, ലാസ്റ്റ് പേയ്മെൻറ്റ്, ഇതിൻ്റെ വേരിയബിളാണ് ലാസ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറും ഇതിൻ്റെ അകത്ത് മെമ്പറാണ്. ആ വേരിയബിളും ഇതിൻ്റെ അകത്ത് മെമ്പറാണ്. ആ വേരിയബിളിന് 3 മെമ്പേഴ്സാണുള്ളത്, മന്തും ഡേയും ഇയറും. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, നെയിം, ബാലൻസ്, ലാസ്റ്റ് പേയ്മെൻറ്റ്. ഓക്കെ, അത് ഇത്രയുമാണ് 5 മെമ്പേഴ്സാണ് ഈ ന്യൂ സി എന്ന് പറയുന്ന വേരിയബിളിനുള്ളത്. ന്യൂ സി അക്കൗണ്ടിൻ്റെ ടൈപ്പാണ്. അക്കൗണ്ട് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ടൈപ്പാണ് ന്യൂ സി. ആ ന്യൂ സിക്ക് ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്? അതിന് അക്കൗണ്ട് നമ്പർ ഉണ്ട്, അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്, നെയിമുണ്ട്, ബാലൻസ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് പേയ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ്. ആ വേരിയബിളിന് ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്? മന്ത് ഉണ്ട്, ഡേ ഉണ്ട്, ഇയർ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഇതിനെ ആക്സസ് ചെയ്യാറ്? ന്യൂ സിയുടെ മെമ്പറിനെ ന്യൂ സി ഡോട്ട് അക്കൗണ്ട് നമ്പർ, ന്യൂ സി ഡോട്ട് അക്കൗണ്ട് ടൈപ്പ്, ന്യൂ സി ഡോട്ട് നെയിം, ന്യൂ സി ഡോട്ട് ബാലൻസ്, അങ്ങനല്ലേ. അപ്പം ഇനി ഈ സ്ട്രക്ചറിൻ്റെ ഇതിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും? ന്യൂ സി ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് മന്ത്, ന്യൂ സി ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് ഡേ, ന്യൂ സി ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് ഇയർ. അങ്ങനെയാണ് അതിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, പിന്നെ നമുക്ക് അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇത് ഒരൊറ്റ വേരിയബിൾ ആയിരുന്നു നേരത്തെ പോലെ. നമ്മൾ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത് ന്യൂ സി ഓഫ് 3. അപ്പോൾ ഇതിനകത്ത് 3 വേരിയബിൾസ് ഉണ്ട് അല്ലേ. ന്യൂ സി ഓഫ് 0, ന്യൂ സി ഓഫ് 1, ന്യൂ സി ഓഫ് 2, അങ്ങനെ 3 എണ്ണത്തിനെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പം ന്യൂ സി ഓഫ് 0യ്ക്കും ഈ പറയുന്ന മെമ്പേഴ്സ് എല്ലാം ഉണ്ട്, ന്യൂ സി ഓഫ് 1നും ഈ മെമ്പേഴ്സ് ഉണ്ട്, ന്യൂ സി ഓഫ് 2ക്കും ആ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെ ആക്സസ് ചെയ്യുക? ന്യൂ സി ഓഫ് 0 ഡോട്ട് അക്കൗണ്ട് നമ്പർ, ന്യൂ സി ഓഫ് 0 ഡോട്ട് account type, new C of 0 dot name, new C of 0 dot balance, new C of 0 dot last payment dot month, new C of 0 dot last payment dot day, new C of 0 dot last payment dot day. അങ്ങനെ ആണ് ഈ ആക്സസ് ചെയ്യുക. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സി ഓഫ് ഐ ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് മന്ത്. ഓക്കെ, അപ്പോൾ ഒരു ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ എഴുതുകയാണെങ്കിൽ ന്യൂ സി ഓഫ് ഐ ഡോട്ട് അക്കൗണ്ട് നമ്പർ, ന്യൂ സി ഓഫ് ഐ ഡോട്ട് അക്കൗണ്ട് ടൈപ്പ്, ന്യൂ സി ഓഫ് ഐ ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് മന്ത്, അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് കണക്ക് നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുകയായിരുന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്ത് തന്നെ ഇതിനകത്ത്. ദിസ് ഈസ് ഓൾസോ പോസിബിൾ. ആൻഡ് ഓൾട്ടർനേറ്റീവ് വേ, കുറച്ചും കൂടെ നല്ല മെത്തേഡ് ഇതായിരിക്കും. ഓക്കെ, സ്ട്രക്ചറിനെ നമ്മൾ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അകത്തുൾപ്പെടുത്തിയ നെസ്റ്റ് ചെയ്തിട്ടുന്ന സ്ട്രക്ചറിനെ സെപ്പറേറ്റ് ചെയ്തൊരു സ്ട്രക്ചറായി തന്നെ അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിർത്തി. സ്ട്രക്ചർ ഡേറ്റ്, അതിനകത്ത് മന്തും ഡേയും ഇയറും. ഓക്കെ, ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ സെപ്പറേറ്റ് കൊടുത്തു. ഇനി അക്കൗണ്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് വേറൊരു സ്ട്രക്ചർ ഡെഫിനിഷൻ. അതിൻ്റെ അകത്ത് ഞാൻ സ്ട്രക്ചർ ഡേറ്റ് ഇതിൻ്റെ ഒരു വേരിയബിളും കൂടി ഇതിൻ്റെ മെമ്പറാക്കി. സ്ട്രക്ട് അക്കൗണ്ടിൻ്റെ മെമ്പർ സാധാരണ ഇൻഡ് അക്കൗണ്ട് നമ്പർ, ക്യാരക്ടർ അക്കൗണ്ട് ടൈപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ സ്ട്രക്ട് ഡേറ്റ് ഇതിൻ്റെതാണ്. സ്ട്രക്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പാണ്, അതിൻ്റെ ഒരു വേരിയബിൾ ലാസ്റ്റ് പേയ്മെൻറ്റ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ആ വേരിയബിളിന് ഈ 5 മെമ്പേഴ്സാണുള്ളത്: അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, നെയിം, ബാലൻസും ലാസ്റ്റ് പേയ്മെൻറ്റും. ഓക്കെ, ഇനി അതിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത് ഈ വേരിയബിൾ ഡോട്ട് അക്കൗണ്ട് നമ്പർ, വേരിയബിൾ ഡോട്ട് അക്കൗണ്ട് ടൈപ്പ്, നെയിം, അക്കൗണ്ട് ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് മന്ത്, ലാസ്റ്റ് പേയ്മെൻറ്റ് വേരിയബിൾ ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് ഡേ, വേരിയബിൾ ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് ഇയർ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ട് അക്കൗണ്ട് ന്യൂ സി
അപ്പോൾ ഇതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ന്യൂ സി. അപ്പോൾ ന്യൂ സിക്ക് എത്ര മെമ്പർ ഉണ്ട്? 5 മെമ്പർ ഉണ്ട്. ഓക്കെ, 5 മെമ്പറാണ്. ഓക്കെ, എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ന്യൂ സി ഡോട്ട് അക്കൗണ്ട് നമ്പർ, ഇനി ഇതിൻ്റെ മെമ്പറിന് ന്യൂ സി ഡോട്ട് ലാസ്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് മന്ത്, അങ്ങനെ എല്ലാവരെയും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരെണ്ണം ഒരു ടൈപ്പ് ഡെഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ചെയ്യാം. ടൈപ്പ് ഡെഫ് എന്ന് പറയുന്നത് നമുക്ക് പുതിയ ഡാറ്റ ടൈപ്പിനെ, ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് വേറൊരു ഡാറ്റ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഡെഫ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് ഓൾറെഡി പല ഡാറ്റ ടൈപ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ്, ക്യാരക്ടർ. അതുപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പുതിയ പ്രോഗ്രാമർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഉണ്ട് അല്ലേ? ശരിയല്ലേ? നമ്മളിപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തില്ലേ? അപ്പോൾ അതേപോലെയുള്ള പ്രോഗ്രാമർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഏതാണെങ്കിലും അത് പോലെയുള്ള പുതിയ ഒരു ഡാറ്റ ടൈപ്പിനെ, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പുതിയൊരു ഡാറ്റ ടൈപ്പിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്: ടൈപ്പ് ഡെഫ്, ടൈപ്പ്, ന്യൂ ടൈപ്പ്. ഓക്കെ, ടൈപ്പ് ഡെഫ് കീവേഡാണ് നമ്മളിപ്പോൾ കണ്ടത്. ടൈപ്പ് ഡെഫ്, ടൈപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ടൈപ്പാണ്, എക്സിസ്റ്റിംഗ് ടൈപ്പ്. ന്യൂ ടൈപ്പ്, പുതിയൊരു ടൈപ്പിനെ ഞാൻ ചെയ്യുന്നു. പുതിയൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ സെയിം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇതായിരിക്കും ന്യൂ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ടൈപ്പ് ഡെഫ് ഇൻറ്റ് ഏജ്. ഓക്കെ, ഇൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ളതാണ് അല്ലേ? ടൈപ്പ് ഡെഫ് ഇൻറ്റ് ഏജ്. ഇൻറ്റ് ഓൾറെഡി നമുക്ക് ഉള്ള പ്രീഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്. ഏജ് എന്ന് പറയുന്നത് പുതിയതാണ്. ഓക്കെ, അതാണ് ടൈപ്പ് ഡെഫ്, ടൈപ്പ്, ന്യൂ ടൈപ്പ്. ഇപ്പോൾ ടൈപ്പ് ഡെഫ്, ടൈപ്പ്, ന്യൂ ടൈപ്പ്. അപ്പോൾ ടൈപ്പ് ഇൻറ്റാണ്, ന്യൂ ടൈപ്പ് ഏജ് ആണ്. അപ്പോൾ ഏജ് എന്ന് പറയുന്ന പുതിയ ഒരെണ്ണത്തിനെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. അത് ഏതുപോലെയായിരിക്കുന്നത്? ഇൻറ്റാണ്. ഇൻറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഏജിനുണ്ട്. ഇനി നമുക്ക് ഇൻറ്റ് ഉപയോഗിക്കുന്നിടത്തെല്ലാം വേണമെങ്കിൽ ഏജും ഉപയോഗിക്കാം. ഓക്കെ, അതാണ്. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഇപ്പം യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പായി. പുതിയതായിട്ട് ഞാനിപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈക്വലൻ ടു ടൈപ്പ് ഇൻറ്റ്. ഏജ് എന്ന് പറയുന്നത് പുതിയൊരു ഡാറ്റ ടൈപ്പ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്, വിച്ച് ഇസ് ഈക്വലൻ ടു ഇൻറ്റ്. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ഏജ് മെയിൽ ഫീമെയിലിന് എനിക്ക് നമ്മുടെ ഇൻറ്റ് മെയിൽ ഫീമെയിലിന് എഴുതുന്നത് പോലെ ഏജ് മെയിൽ ഫീമെയിൽ. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, ഇൻറ്റിജറിന് ഇക്വലൻ്റ് ആണ്. അപ്പം ഏജ് മെയിൽ ഫീമെയിൽ, മെയിലിനും ഫീമെയിലിനും ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈക്വലൻ ടു ഇൻറ്റ് മെയിൽ ഫീമെയിൽ, അത് രണ്ടും ഈക്വലാണ്. അതാണ് ടൈപ്പ് ഡെഫ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ എന്താ ഫ്ലോട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ വേറൊരു എക്സാമ്പിൾ ടൈപ്പ് ഡെഫ് ഫ്ലോട്ട് ഹൈറ്റ്. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലോട്ടിന് ഇക്വലൻ്റ് ആയി. ഇപ്പോൾ ഹൈറ്റ് മെൻ 100, വിമൺ 100. അപ്പം ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്യുകയാണ്. മെൻ ഓഫ് 100ഉം വിമൺ ഓഫ് 100ഉം ഞാൻ 2 അറേ ഡിക്ലെയർ ചെയ്തു. ഏത് ടൈപ്പാണ്? ഹൈറ്റിൻ്റെ ടൈപ്പാണ്. ഹൈറ്റ് എന്താണ്? ഫ്ലോട്ടിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഫ്ലോട്ട് മെൻ ഓഫ് 100ഉം വിമൺ ഓഫ് 100ഉം ഡിഫൈൻ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇനി സ്ട്രക്ചറിനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറിനാണ് ഇതിൻ്റെ ശരിക്കും ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ യൂസ്ഫുൾനെസ് കൂടുതൽ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഓരോ പ്രാവശ്യവും ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സ്ട്രക്റ്റ് ആ വേരിയബിൾ നെയിം, സ്ട്രക്റ്റ് ആ സ്ട്രക്ചറിൻ്റെ ടൈപ്പ് നെയിം, വേരിയബിൾ നെയിം, അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും കൊടുക്കേണ്ടി വരും അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രക്റ്റ് എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ നമുക്ക് ഈ ടൈപ്പ് ഡെഫ് കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമാറ്റ്. ടൈപ്പ് ഡെഫ്, സ്ട്രക്റ്റ്, മെമ്പർ, ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ എഴുതുന്നത്. ഇപ്പോൾ സ്ട്രക്റ്റ് ഇത് എഴുതുന്ന അതിന് പുറമെ ഞാൻ ഫ്രണ്ടിൽ ഞാൻ ടൈപ്പ് ഡെഫ് എന്ന് കൊടുത്തു. ഓക്കെ, ടൈപ്പ് ഡെഫ്. അപ്പോൾ ഈ ന്യൂ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പം എനിക്കതിനെ ആ ഒരു പേര് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്റ്റ് അക്കൗണ്ട്, ഇതാണ്ട് ഇപ്പം സ്ട്രക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 4 മെമ്പേഴ്സാണുള്ളത്. അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, നെയിം, ബാലൻസ്, അങ്ങനെ 4 ടൈപ്പ് ഞാൻ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. സ്ട്രക്റ്റ് അക്കൗണ്ട് ന്യൂ സി. അപ്പോൾ ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ന്യൂ സി എന്ന് പറയുന്നത് ഒരു പുതിയ ടൈപ്പ് ഞാൻ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈ ന്യൂ സിക്ക് എന്തൊക്കെയുണ്ട്? അക്കൗണ്ട് നമ്പർ ഉണ്ട്, അക്കൗണ്ട് ടൈപ്പ് ഉണ്ട്, നെയിം ഉണ്ട്, ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഇത് നോക്കുക. അതിന് പകരം ഞാൻ
ഇത് എഴുതുകയാണ് ടൈപ്ഡ് ഓഫ് സ്ട്രക്റ്റ്. ഓക്കെ, ടൈപ്ഡ് ഓഫ് സ്ട്രക്റ്റ് എന്നിട്ട് ഇവിടെ ഞാൻ അക്കൗണ്ട് എന്ന് എഴുതി. ഓക്കെ, ടൈപ്ഡ് ഓഫ് സ്ട്രക്റ്റ്. അപ്പോൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു ടൈപ്പ്. അതുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഈ സ്ട്രക്ചറിൻ്റെ ഇതിൻ്റെ ഒരു ടൈപ്പിൻ്റെ ഇതിൽ വേറൊരു പേരാണ്. ഇനി ഞാൻ സ്ട്രക്റ്റ് അക്കൗണ്ട് എന്ന് എഴുതേണ്ട കാര്യമില്ല. ഇനി ഞാൻ വെറുതെ അക്കൗണ്ട് എന്ന് മാത്രം മതി. ഓക്കെ, അത് ഈ ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ന്യൂ സി എന്ന് എഴുതിയാൽ മാത്രം മതി. ഓരോ പ്രാവശ്യവും ഞാൻ വേരിയബിൾ എഴുതുമ്പോൾ സ്ട്രക്റ്റ് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇനി എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കണ്ട, ഇത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിൻ്റെ അകത്ത് 5 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരെണ്ണം വേറൊരു സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് സ്ട്രക്റ്റ് ഡേറ്റ് ലാസ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ അതിനും 3 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പം സാധാരണ നമ്മൾ അതിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അക്കൗണ്ടിൻ്റെ സ്ട്രക്റ്റ് അക്കൗണ്ട് ന്യൂ സി അല്ലേ? ഇതിൻ്റെ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? സ്ട്രക്റ്റ് ഡേറ്റ് ലാസ്റ്റ് പേയ്മെൻറ്റ്. ഇവിടെ സ്ട്രക്റ്റ് അക്കൗണ്ട് ന്യൂ സി, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ടൈപ്ഡ് ഓഫ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി എഴുതി നോക്കാം. സി, ടൈപ്ഡ് ഓഫ് സ്ട്രക്റ്റ്, ഇവിടെ ഡേറ്റ് കൊടുത്തു, ഡേറ്റ് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഒരു പേരാണ്. അപ്പോൾ ഇനി നമുക്ക് ഡേറ്റ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് അതിനെ റെഫർ ചെയ്യും. ഓക്കെ, ഇവിടെ ടൈപ്ഡ് ഓഫ് സ്ട്രക്റ്റ്, ഇവിടെ അഗെയിൻ ഞാൻ അക്കൗണ്ട് സെമിക്കോളൻ എന്ന് കൊടുത്തു. അപ്പോൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിൻ്റെ ഒരു പേരാണ്. അപ്പം അക്കൗണ്ട് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ റെഫർ ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേറ്റ് ലാസ്റ്റ് പേയ്മെൻറ്റ്, ഇവിടെ സ്ട്രക്റ്റ് ഡേറ്റ് ലാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് ഇവിടെ ഇനി എഴുതേണ്ട കാര്യമില്ല. ഡേറ്റ് ലാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് മതി ടൈപ്ഡ് ഓഫ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട്. ഇനി ഇവിടെ അക്കൗണ്ട് ന്യൂസ്, ഇവിടെ കണ്ടോ സ്ട്രക്റ്റ് അക്കൗണ്ട് ന്യൂസിക്ക് വരെ ഇവിടെ അക്കൗണ്ട് ന്യൂസ്. അപ്പോൾ എല്ലായിടത്തും ആ മാറ്റം വരും. ടൈപ്ഡ് ഓഫ് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ബേസിക്കലി അത് ടൈപ്ഡ് ഓഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇൻറ്റിജറിൻ്റെ കേസാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇൻറ്റിജറും ഫ്ലോട്ടിൻ്റെയും ഒക്കെ നമ്മളൊരു പുതിയൊരു ടൈപ്പിനെ, ഒരു എക്സിസ്റ്റിംഗ് ടൈപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഉള്ള പുതിയൊരു ടൈപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ആ എക്സാമ്പിൾസ് നേരത്തെ സ്ലൈഡിലുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് പറയുക.